ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായിരിക്കുന്ന നാമത്തിന് മഹത്വമുണ്ടാകുവാനിടയാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. വചനം കേൾക്കുന്ന ദൈവമക്കൾക്കായി ദൈവത്തെ മഹത്വപ്പെടുത്തുക. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആഴവും ശക്തമായി ഇടപെടുന്ന വചനത്തിൻ്റെ ദൂത് ഇന്ന് പകലും നമ്മുടെ ഹൃദയത്തിനും ധൈര്യവും ഉറപ്പും നൽകത്തക്ക നിലയിൽ സ്വർഗം തൊടുന്ന പരിശുദ്ധാത്മാവിൻ്റെ അനുഗ്രഹമായ ദൂതിൻ്റെ തലങ്ങൾ, ഹൃദയത്തിൻ്റെ ആഴങ്ങൾ പരിശുദ്ധാത്മാവ് പകരുവാൻ ഇടയാകട്ടെ. ലൂക്കോസ് എഴുതിയ സുവിശേഷം 19 അധ്യായം 5 വാക്യം. അവൻ ആ സ്ഥലത്ത് എത്തിയപ്പോൾ മേലോട്ട് നോക്കി, സഖായിയെ, വേഗം ഇറങ്ങി വാ, ഞാൻ ഇന്ന് നിൻ്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു എന്ന് അവനോട് പറഞ്ഞു. നമുക്ക് വളരെ സുപരിചിതമായ ഒരു തിരുവെഴുത്ത. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിനകത്തുനിന്ന് തൊടുന്നൊരു ദൂത്. സഖായിയുടെ കർത്താവ് പറയുക, സഖായിയെ, വേഗം ഇറങ്ങി വാ. സഖായിയെ, വേഗം. ജീവിതത്തിൻ്റെ തലങ്ങളിൽ ഇന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് ഇടപെടുന്ന ദൂത് ഇപ്രകാരമാകുന്നു. നമ്മുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾക്ക് വേഗത അത് വർദ്ധിപ്പിക്കുന്ന ഒരു ദിവസമായി തീരുവാൻ സഖായിയോട് പറയുന്നു, സഖായിയെ, നീ വേഗം ഇറങ്ങി വാ. തിരുവെഴുത്തിനകത്ത് കർത്താവ് പലരോടും പറയാത്ത ഒരു വാക്ക്, പല അത്ഭുതങ്ങളും വിടുതലുകളെല്ലാം കർത്താവ് കൽപ്പിച്ചപ്പോൾ, അവരോട് സംസാരിച്ചപ്പോൾ ഈ പദം വളരെ ചുരുക്കമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. സഖായിയെ, വേഗം. സഖായി വേഗത്തിൽ ഇറങ്ങുമ്പോൾ, സഖായി വേഗത വർദ്ധിപ്പിക്കുമ്പോൾ, സഖായിയുടെ ജീവിതത്തിൽ, കുടുംബത്തിൽ ദൈവം നിശ്ചയിച്ചിരിക്കുന്ന ആ രക്ഷയുടെ പൂർത്തീകരണം, ആ രക്ഷയുടെ തലങ്ങൾ തുറക്കപ്പെടുക, ആ കുടുംബം വിടുവിക്കപ്പെടുക, ക്രിസ്തുവിനാൽ, യേശു കർത്താവിനാൽ ആ കുടുംബം അനുഗ്രഹിക്കപ്പെടുക, ആത്മീയതലങ്ങളിൽ ഉയർച്ച പ്രാപിക്കുക, ആത്മീയ കാഴ്ചപ്പാടുകൾക്ക് വ്യത്യാസം വരിക, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളും ദൈവം ആഗ്രഹിക്കുന്ന തലങ്ങൾ തുറക്കപ്പെട്ടു വരിക. അതിന് കർത്താവ് സഖായിയോട് പറഞ്ഞത്, സഖായി, വേഗം ഇറങ്ങി വാ. വേഗം. സഖായിയുടെ വേഗതയനുസരിച്ച് ചില മാറ്റങ്ങൾ വേഗത്തിൽ സംഭവിക്കും. ഇന്ന് കർത്താവിൻ്റെ ദൂത്, പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം, ദൈവത്തിൻ്റെ പൈതലേ, നമ്മുടെ വേഗതയനുസരിച്ച് ചില വിടുതലുകൾ അത് വേഗത്തിൽ കർത്താവ് കൊണ്ടുവരാൻ പോവുക. കാര്യങ്ങൾ നടക്കാത്ത നിമിത്തം, പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്മേൽ ചലനം സംഭവിക്കാത്ത നിമിത്തം ചില കാര്യങ്ങൾക്ക് വേഗത കുറഞ്ഞു പോകുന്നുണ്ടോ? ആത്മീയ കാര്യങ്ങൾക്ക്, ആത്മീയ തീഷ്ണതയ്ക്ക് വേഗത കുറയുന്ന ഒരു സമയമാണോ? നിരാശയും ഭാരവും ഹൃദയത്തിൻ്റെ തലങ്ങളിൽ സംഭവിച്ചുകൊണ്ട് പ്രാർത്ഥനയുടെ തീഷ്ണതയിൽ അവിടെ ജ്വലിക്കേണ്ട ആ സമയത്ത് വേഗത കുറയുന്നുണ്ടോ? വിശ്വാസത്തിൻ്റെ തലങ്ങൾക്ക് വേഗത കുറയുന്നുണ്ടോ? പഴയ ആത്മീയ തീഷ്ണത നഷ്ടപ്പെട്ട സ്ഥിതി, പഴയ ഉണർവ് നഷ്ടപ്പെട്ട സ്ഥിതി, കാര്യങ്ങൾ നടക്കാത്ത നിമിത്തം, ഒരു കാര്യത്തിനും നീക്കുപോക്ക് സംഭവിക്കാത്ത നിമിത്തം ദൈവത്തിൻ്റെ പൈതലേ, വേഗത കുറഞ്ഞു പോകുന്ന ഒരു സമയമാണോ? എൻ്റെ ആരാധന, എൻ്റെ ആത്മീയ എരിവ്, എൻ്റെ ആത്മീയ തീഷ്ണത പണ്ടത്തെ പോലെ ഒരു വേഗതയില്ല. ഉത്സാഹം കുറയുന്നു, ഒരു തണുപ്പ് അനുഭവിക്കുക. പഴയ ഹൃദയത്തിൻ്റെ ആത്മീയ ആ ചൂട് ഇന്നും ഇല്ല, നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇന്ന് ദൈവത്തിൻ്റെ ശബ്ദം സഖായിനെ കർത്താവ് വിളിച്ചത്, സഖായിയെ, വേഗം. നീ വേഗം വാ, വേഗം ഇറങ്ങി വാ. നിൻ്റെ കുടുംബത്തെ വിടുതൽ നടക്കാൻ പോവുക, രക്ഷ കർത്താവ് വരുത്താൻ പോവുക. ഇന്ന് വചനം കേൾക്കുന്നവരോട് പരിശുദ്ധാത്മാവ് ദൈവമക്കളോട് അതിശക്തമായി ദൂത് വെളിപ്പെടുത്തുക. വേഗത, പഴയതിനും വേഗത, പ്രാർത്ഥന തലങ്ങളിൽ പഴയതിനും വേഗത, ആത്മീയ തീഷ്ണത, ആ കാര്യങ്ങളിൽ ദൈവത്തിൻ്റെ പൈതലേ, ഇന്ന് വേഗത വർദ്ധിക്കട്ടെ. യേശു പറയുന്ന ശബ്ദം, പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്ന ദൂത്, നമ്മുടെ വേഗതയനുസരിച്ച് ചില വിടുതലുകൾ
ചില രക്ഷയുടെ പദ്ധതികൾ ഇതാ കുടുംബത്തിൽ നടക്കാൻ പോവുക, തലമുറയുടെ മേൽ നടക്കാൻ പോവുക. മടുപ്പും തളർച്ചയും ഇന്ന് പകൽക്കാലം നീക്കിക്കൊണ്ട് ഞാൻ വേഗത്തിൽ ചെല്ലുക, ഞാൻ വേഗത്തിൽ കർത്താവിനോട് അടുക്കുക, ഞാൻ വേഗത്തിൽ എൻ്റെ ആത്മീയ കാര്യങ്ങൾക്ക് വലിയ തീഷ്ണതയോടെ തലങ്ങൾ എഴുന്നേൽക്കുന്ന ഒരു പകലായി തീരുക. പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ അതിശക്തമായി ദൂത് കൈമാറുന്നു. ശത്രു എവിടേക്കോ എന്നെ പിടിച്ച് ഒതുക്കുന്നു, ഏതൊക്കെയോ മേഖലകളിൽ എന്നെ പുറകോട്ട് വലിക്കുന്നു. എൻ്റെ സ്പീഡിനെ, എൻ്റെ വേഗതയെ കുറയ്ക്കുന്ന തലം ഏതാണോ ഇന്ന് പകൽ അതിനെ മാറ്റിക്കൊണ്ട്, ആ തലത്തെ നീക്കിക്കൊണ്ട് സഖായിനെ വിളിച്ച കർത്താവിൻ്റെ ശബ്ദം ഇന്നും പലരെയും വചനം കേൾക്കുന്ന ദൈവമക്കളെ വിളിക്കുക. സഖായി വേഗം, സഖായിയുടെ വേഗത അനുസരിച്ച് കുടുംബത്തിൽ വെളിപ്പെടാൻ പോകുന്ന മഹത്വം നിന്ന മാറുന്നു, ദോഷി മാറുന്നു, ജനത്തിൻ്റെ പെറുവെറുപ്പ് മാറുന്നു. ആ തലത്തിൽ കുടുംബത്തിൻ്റെ ജീവിതത്തിൻ്റെ തലങ്ങളിൽ ക്രിസ്തുവിൻ്റെ വെളിച്ചം ഇതാ ഉദിച്ചു വരാൻ പോകുന്നു. ദൈവത്തിൻ്റെ പൈതലേ, ഇതുപോലെ ആ മാറ്റം പോലെ ജീവിതത്തിൽ ഇതാ വേഗത വർദ്ധിക്കുമ്പോൾ മാറ്റങ്ങൾ അത് വേഗതയിൽ പെട്ടെന്ന് തന്നെ സംഭവിക്കും. വേഗത്തിൽ തന്നെ കർത്താവ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യും. അതുപോലൊരു അത്ഭുതവും വിടുതലും ഇതാ ജീവിതത്തിൽ സംഭവിക്കാൻ പോകും. ദൂത് വിശ്വസിക്കട്ടെ, വചനം ഏറ്റെടുക്കട്ടെ, കർത്താവ് സഹായിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഇന്ന് കേൾപ്പിച്ച ദൂതിനായി സ്തോത്രം, ആലോചനയ്ക്കായി സ്തോത്രം. ജനത്തെ സഹായിക്കണം കർത്താവ്. ഇന്ന് ഞങ്ങളെ വിളിച്ചു, ഞങ്ങളുടെ ജീവിതത്തിൽ എവിടെയാണ് വേഗത കുറഞ്ഞു അതിനൊരു വർധനവ് ഇന്ന് പകൽക്കാലം വിശ്വാസത്തോടെ ഏറ്റെടുത്ത് ദൈവം ഇന്ന് പകൽക്കാലം കർത്താവിൻ്റെ പൊന്നുമുഖത്തേക്ക് നോക്കുന്നവരുടെ ജീവിതസ്ഥിതിയിൽ വേഗത്തിൽ ദൈവം മാറ്റങ്ങൾ കൽപ്പിക്കാൻ പോകുന്നതിനായി, വിടുതലുകൾ കൽപ്പിക്കാൻ പോകുന്നതിനായി, അവരുടെ വാഗ്ദത്തങ്ങളുടെ നിവൃത്തികൾ കർത്താവെ വേഗത്തിൽ ദൈവം ചെയ്തു കൊടുക്കാൻ പോകുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. വചനം കേൾക്കുന്ന ദൈവമക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക, അനുഗ്രഹമായി തീരട്ടെ. കർത്താവ് അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. പ്രാർത്ഥന കേട്ടതിന് നന്ദി, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.